പിന്നെ ഞാൻ തോട്ടത്തിലേ പോകുന്നതായിട്ട് വിചാരിക്കും. ഇവക്ക് തോട്ടം മാത്രമേ ഇല്ലൂ എന്നുള്ളത് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് തോട്ടത്തിലേ പോകാൻ ഞാൻ മാത്രമല്ല, അമ്മയുണ്ട്, കുഞ്ഞുമണി ഉണ്ട്. സംഭവം എന്ത് പറഞ്ഞാലേ നിങ്ങൾ മറ്റേ പിർക്ക് ഞാൻ അംഗനവാടിക്ക് പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. നമുക്കവിടെ ഒരു ദാച്ചേട്ടി ഉണ്ട്. ദാച്ചേട്ടി എന്ന് പറയൽ നമ്മളെ 3-ാം വയസ്സിൽ അമ്മ അങ്ങോട്ട് കൊണ്ടാക്കുന്നതിൻ്റെ അപ്പത്തൊട്ട് ദാച്ചേട്ടി ഞങ്ങൾക്ക് അമ്മയാണ്. ദാച്ചേട്ടി അന്ന് ഉണ്ടായ ദാച്ചേട്ടി എത്രയോ വർഷം മുമ്പ് ദാച്ചേട്ടി അംഗനവാടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ എന്നെയും പഠിപ്പിച്ച് എൻ്റെ അനിയനെയും പഠിപ്പിച്ച് ഞങ്ങളെ നോക്കി ഏട്ടനും എല്ലാവരും കുറേ തലമുറക്ക് ദാച്ചേട്ടി ഞങ്ങൾ അംഗനവാടിയിലുണ്ടായിരുന്നു. അപ്പോൾ ദാച്ചേട്ടി ഇപ്പോൾ നാളെ ദാച്ചേട്ടി അവിടുന്ന് പോകുന്നുണ്ട്. ദാച്ചേട്ടി റിട്ടയർഡ് ആകുന്നുണ്ട്. ദാച്ചേട്ടിനെ കുറിച്ച് പറയാനൊന്നും കഴിയില്ല. കാരണം നമുക്ക് വെറുപ്പ് തോന്നാത്ത കുറേ മനുഷ്യന്മാരുണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ. എന്തൊക്കെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരുമായിരിക്കും. മാത്രം ഈ ദാച്ചേട്ടിയോട് എനിക്കെന്നല്ല ആർക്കും ചൊടി വരില്ല എന്നുള്ളതാണ്. അത്രയും എല്ലാവരും സ്നേഹിച്ച് ആരും ഒരു കുറ്റവും പറയൂല. എന്ത് പറയൽ എല്ലാം കേൾക്കും. കേട്ടിട്ട് നമുക്കൊരു ധൈര്യം ഉണ്ടാവില്ലേ? എല്ലാ കാര്യം അറിയുന്ന ഒരാൾ ഒക്കെ ഉണ്ടെന്നില്ലേ? ആ ഒരു ധൈര്യമാണ് ശരിക്കും ദാച്ചേട്ടി എന്ന് പറഞ്ഞാൽ. എനിക്കൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഇനി എല്ലാ മക്കളെയും ദാച്ചേട്ടിക്ക് കിട്ടി. എൻ്റെ കുഞ്ഞുമണി ഇനി ഒരു 3 വയസ്സെല്ലാം വീട് കൊണ്ടാക്കാന്ന് പറഞ്ഞാൽ ദാച്ചേട്ടി ഉണ്ടായില്ല. എല്ലാ അമ്മമാരെല്ലാം മക്കളെ അംഗനവാടിക്ക് ഒരു 3 വയസ്സാകുമ്പോൾ അംഗനവാടി കൊണ്ടാക്കുന്നത് ഒരു കണക്കിന് ദാച്ചേട്ടി ഉണ്ടെന്നുള്ളൊരു ധൈര്യമായിരിക്കും. അത്രയും സ്നേഹമാണ്. ഒരു അമ്മയാണ്, നമ്മളൊരു അമ്മയാണ്. അപ്പോൾ ദാച്ചേട്ടി പോലായി സങ്കടമുണ്ട് ശരിക്കും. ഇനിയില്ല കുഞ്ഞുമക്കൾക്ക് ഇനി കിട്ടൂലല്ലോ ദാച്ചേട്ടീനാന്നുള്ളത്. മാത്രം എൻ്റെ വക കുഞ്ഞുമണിൻ്റെ വക ദാച്ചേട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത് ഞങ്ങളെ നോക്കിയതിൻ്റെ ഇതിലൊന്നുമല്ല, ആ ഒരു സ്നേഹത്തിന് എന്തെങ്കിലും നമ്മൾ വാങ്ങി കൊടുക്കണമല്ലോ എന്നില്ല. ഇതുവരെ ദാച്ചേട്ടിക്ക് ഒന്നും എനിക്ക് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അപ്പം എൻ്റെ വക ദാച്ചേട്ടിക്ക് ചെറിയൊരു സമ്മാനം കൊടുക്കാൻ പോകുന്നുണ്ട്. സ്നേഹം ശരിക്കും ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കയറാൻ ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഇനി ചിലപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ദാച്ചേട്ടി ഉണ്ടായിരുന്നു ഇതിൻ്റെ സങ്കടം. അൻവി എന്ത് പരിപാടി? ഇതാണ് നമ്മളെ ദാച്ചേട്ടി. 39 വർഷം ആയല്ലോ ദാച്ചേട്ടി. ഇപ്പം 40ാമത്തെ വർഷമായി ദാച്ചേട്ടി. അപ്പം ദാച്ചേട്ടി ഇവിടുന്ന് പോലായി. ദാച്ചേട്ടി ഇവിടുന്ന് പോലായി. സങ്കടമുണ്ട് ദാച്ചേട്ടി ഇങ്ങനെ പോകുന്നതിൽ കേട്ടോ. എൻ്റെ കുഞ്ഞിക്കൊന്നിന് കിട്ടില്ലല്ലോ അതിന് സങ്കടം. ഈ നാട്ടിലെ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കിയിട്ടുണ്ട്.